ഭർത്താക്കൾ പോലും മരണപ്പെടുമ്പോൾ ധൈര്യത്തോടു കൂടി ഐ ഡൈ ഫോർ മൈ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ സിദ്ധാന്തങ്ങൾക്ക് വേണ്ടി, തത്വങ്ങൾക്ക് വേണ്ടി, ഐ ഡൈ ഫോർ മൈ മദർലാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ സ്വന്തം രാജ്യത്തിന് വേണ്ടി ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞ് ധൈര്യത്തോടുകൂടി തൂക്കുമരത്തിൽ കയറുന്ന ആളുകളെയാണ് നമുക്ക് ഭൗതികന്മാരെ പോലും കാണാൻ കഴിയുക. എന്നാൽ ലോകത്ത് ദൈവിക നീതിയെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് ദൈവമേ നീ എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ എന്ന ദൈവ നിഷേധം പറഞ്ഞു എന്ന് മുസ്ലിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. തീർച്ചയായും അത് ക്രിസ്തുവല്ല എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ചുരുക്കത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്, കുരിശുമരണത്തെ ഇസ്ലാം നിഷേധിക്കുവാനുള്ള കാരണം പാപത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാഞ്ഞിട്ടല്ല. യേശു ക്രിസ്തു പഠിപ്പിച്ച പാപത്തിനുള്ള പരിഹാരമാർഗം യേശു പറഞ്ഞല്ലോ, ശിശുക്കളെ പോലെയാകുവേൻ. ശിശുക്കളെ പോലെ നിങ്ങൾ മനസ്താപം വന്ന്, മനപരിവർത്തനം വന്ന് ശിശുക്കളെ പോലെയാകണം. അപ്പോ ശിശുക്കൾക്ക് അവരുടെ മനസ്സിൽ തെറ്റിനെ കുറിച്ച് ചിന്തയില്ല, പാപത്തെക്കുറിച്ച് ചിന്തയില്ല. നിഷ്കളങ്കരായ ശിശുക്കൾ അവരെ പോലെ നിഷ്കളങ്കരായി മാറുക, പാപരഹിതരാവുക. അഥവാ തെറ്റുകൾ ചെയ്താൽ പടച്ച തമ്പുരാന്റെ മുന്നിൽ പശ്ചാത്തപിക്കുക, അതോടൊപ്പം ദൈവം തമ്പുരാൻ പഠിപ്പിച്ച പുണ്യങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുക എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പാപപരിഹാര മാർഗം എന്നാണ് എനിക്ക് അനുബന്ധമായി സൂചിപ്പിക്കുവാനുള്ളത്. ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ കഴിഞ്ഞു. അടുത്തതായി കൺക്ലൂഷനാണ്. ആദ്യമായി KS ജോസഫ് അല്ലെങ്കിൽ പോൾ വർഗീസ് ചെയ്യുന്നതായിരിക്കും. 10 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതുവരെ ക്ഷമിച്ചിരുന്ന സഹോദരന്മാർ ഈ കൺക്ലൂഷൻ കൂടി കേട്ട് പിരിയണമെന്ന് അപേക്ഷിക്കുകയാണ്. മതപണ്ഡിതന്മാർ, വേദപണ്ഡിതന്മാർ സംസാരിച്ചു കഴിഞ്ഞ് ഒരു സാധാരണ മനുഷ്യനായി എനിക്കാണ് കൺക്ലൂഡ് ചെയ്യുവാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. ഞാൻ വേദപണ്ഡിതനല്ല, തിയോളജിയനല്ല, വെറും കണക്ക് നോക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ എനിക്ക് ഈ സായം സന്ധ്യയുടെ ഈ സംവാദം ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞ് ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ പറയാനുള്ള 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ച് വിരമിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സംസാരിച്ചിട്ടുള്ള ഏകദേശം 90% കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തെ ആസ്പദമാക്കിയാണ് സംസാരിച്ചിട്ടുള്ളത്. ബ്രദർ KS ജോസഫ് സംസാരിച്ച കാര്യങ്ങൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ. എന്നാൽ MM അക്ബർ സഹോദരൻ പോലും വേദപുസ്തകത്തിൽ നിന്നാണ് വളരെ തറപ്പിച്ച് സംസാരിച്ചിട്ടുള്ളത്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഗെത്സമനെ തോട്ടം വരെ യേശു ക്രിസ്തുവിനെ പിൻപറ്റി പോയ ബ്രദർ MM അക്ബർ ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് യേശു ക്രിസ്തുവിനെ കൈവിട്ടു. യേശു ക്രിസ്തു ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ, എന്നാൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. ഈ പാനപാത്രം എന്തായിരുന്നു? ക്രൂശിലെ മരണമാണോ? ക്രൂശിലെ മരണത്തെ പേടിച്ചാണോ യേശു അങ്ങനെ പ്രാർത്ഥിച്ചത്? യേശു പറഞ്ഞു, ഇപ്പോൾ തന്നെ 3 ലെഗിയോൻ ദൂതന്മാരെ പിതാവ് പറയുകയാണെങ്കിൽ എനിക്ക് തരും. ആർക്കും എന്റെ ജീവൻ എടുപ്പാൻ കഴിയുന്നതല്ല, ഞാൻ തന്നെ എന്റെ ജീവൻ ഭരമേൽപ്പിക്കുന്നു. എനിക്കത് ഭരമേൽപ്പിക്കുവാനും മടക്കിയെടുക്കുവാനും ഉള്ള അധികാരമുണ്ട് എന്ന് യേശു പറഞ്ഞു. എന്താണ് അതിന്റെ പശ്ചാത്തലം? യേശു ദൈവപുത്രനായതുകൊണ്ട്, സ്വർഗമഹിമങ്ങളെ വിട്ട് ഈ ലോകത്തിൽ താണരൂപമെടുത്ത് മനുഷ്യജാതിയുടെ പാപങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ള ദൈവത്തിന്റെ കുഞ്ഞാടായതുകൊണ്ട്. പാനപാത്രം എന്തായിരുന്നു? കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒഴിക്കുക എന്ന് പറഞ്ഞ പാനപാത്രം എന്തായിരുന്നു? ഈ ലോകത്തിന്റെ പാപങ്ങൾ അവൻ ഏൽക്കുമ്പോൾ പിതാവ്, പരിശുദ്ധനായ പിതാവ് അവനിൽ നിന്ന് തന്റെ മുഖം മറയ്ക്കും. വർഷങ്ങളായി, യുഗങ്ങളായി, നിത്യതയിൽ അവർക്കുണ്ടായിരുന്ന കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകും. ഇത് ചിന്തിച്ചാണ് യേശു പറഞ്ഞത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ. എന്നാൽ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിനെ താൻ വണങ്ങിക്കൊടുത്തു. അതുകൊണ്ട് പാപികളായ നമുക്ക് വേണ്ടി രക്ഷാമാർഗം തുറക്കുവാൻ യേശുവിന് കഴിഞ്ഞു. ക്രൂശിൽ വെച്ച് യേശു പ്രകാരം കരഞ്ഞു, ഏലി ഏലി സബക്താനി. ബ്രദർ വളരെ നന്നായി അതിന്റെ തർജ്ജമ കൊടുത്തു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തുകൊണ്ടാണ് പിതാവായ ദൈവം യേശുവിനെ കൈവിട്ടത്?
യേശുവിനെ കൈവിടുവാനുള്ള ഏക കാരണം അവൻ ലോകത്തിന്റെ പാപങ്ങൾ തന്റെ മേൽ വഹിച്ച് അവൻ ശാപമായി തീർന്ന് ആ ക്രൂശിൽ കിടക്കുമ്പോൾ, മനുഷ്യജാതിയുടെ പാപത്തിന്റെ പ്രതിനിധിയായി അവിടെ കിടക്കുമ്പോൾ പരിശുദ്ധനായ പിതാവ് തന്നിൽ നിന്ന് മുഖം മറച്ചു കളഞ്ഞു. എന്നാൽ അവസാനമായി സകലവും സമാപ്തിയായി എന്ന് പറഞ്ഞ് ലോകത്തിന്റെ രക്ഷയെ നേടിയെടുത്ത് യേശുക്രിസ്തു സ്വയമായി തന്റെ ജീവനെ വെടിഞ്ഞ് ക്രൂശിൽ വെച്ച് മരിച്ചു. ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. ബ്രദർ പറഞ്ഞു, അവസാനമായി പറഞ്ഞു, വേദപുസ്തകത്തിന് പല കാര്യങ്ങൾ ഉദ്ധരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ ബൈബിൾ എന്ന് പറഞ്ഞ പുസ്തകം തിരുത്തിയതാണ്. ഇത് അതിനൊരു മറുപടിയും കൊടുക്കുവാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ തിരുത്തി എന്ന് പറയുന്നവരുടെ ഒറിജിനൽ കോപ്പി ഉണ്ടായിരിക്കണം. ഒറിജിനൽ കോപ്പി ഉള്ളവർക്ക് മാത്രമാണ് തിരുത്തി എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ ഖുറാനിൽ പറയുന്ന നിങ്ങൾ തോറാത്ത് വായിക്കേ, നിങ്ങൾ എഞ്ചിൽ വായിക്കേ, ഞാൻ നിങ്ങൾക്ക് തോറാത്ത് തന്നു, ഞാൻ നിങ്ങൾക്ക് എഞ്ചിൽ തന്നു. പുസ്തകത്തിന്റെ ആ മനുഷ്യരോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവരോട് സംസാരിക്കേ, അവരോട് സംവാദിക്കുക എന്നെല്ലാം പറഞ്ഞത് ഈ തിരുത്തിയ തോറാത്തിനെ പറ്റിയാണോ? ഈ തിരുത്തിയ എഞ്ചിലിനെ പറ്റിയാണോ ഖുറാനിലെ മുഹമ്മദ് നബിക്ക് കിട്ടിയ വെളിപ്പാട്? തീർച്ചയായിട്ടുമല്ല. ഖുറാനിലെ തിരുത്തുന്ന കാര്യമൊന്നും വിശദീകരിച്ച് പറയുന്നില്ല. മറിച്ച് ഖുറാനിൽ പറഞ്ഞ അൽ ഹിജർ എന്ന് പറഞ്ഞ സൂറത്ത് 15 9 വാക്യത്തിലെ ഇപ്രകാരം പറയുന്നു. ഞാൻ ഇംഗ്ലീഷ് തർജ്ജമ വായിക്കാം. We have without doubt sent down this message and we'll assuredly guard it within brackets from corruption. ഞങ്ങൾ ഈ സന്ദേശം അയച്ചു, അത് രക്ഷിക്കാൻ അള്ളാഹുവിന് കഴിയും. അതിലെ ഭേദഗതി വരുത്താൻ അള്ളാഹു അനുവദിക്കുന്നതല്ല. മെസ്സേജ് എന്താണ്? തോറാത്തും എഞ്ചിലും ഖുറാനും. അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, വി ഡിഡ് സെൻഡ് മെസ്സഞ്ചേഴ്സ് ബിഫോർ ദീ. എനിക്ക് മുമ്പായി ഞാൻ എന്റെ ദാസന്മാരെ അയച്ചു, എന്റെ പ്രവാചകന്മാരെ അയച്ചു. അവർ മുഖാന്തരം കൊടുത്തിട്ടുള്ള ആ പ്രവചനം കാത്തു സൂക്ഷിപ്പാൻ ഞാൻ ശക്തനാണ് എന്ന് ഖുറാനിൽ മുഹമ്മദ് നബിയോട് സംസാരിച്ച അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് തിരുത്തലിന് ഒരു അവകാശവുമില്ല. പിന്നെ ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അതെന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കിങ് ജെയിംസ് ബൈബിൾ എഴുതിയത് 17-ാം നൂറ്റാണ്ടിൽ. അന്നത്തെ ഇംഗ്ലീഷ് അല്ല ഇന്ന് നാം വായിക്കുന്ന മനസ്സിലാക്കുന്നേ. അതുകൊണ്ട് മോഡേൺ ഇംഗ്ലീഷിലെ ചില തർജ്ജമകളുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ ബ്രാക്കറ്റ്സിലാണെന്ന് പറഞ്ഞു. ഞാൻ ഖുറാൻ വായിക്കാൻ തുടങ്ങിയിട്ട് ഒരു ആഴ്ചയായിട്ടുള്ളൂ. എന്നാൽ ഖുറാൻ വായിക്കുമ്പോൾ പല കാര്യങ്ങളും ബ്രാക്കറ്റിലുണ്ട്. എന്താണ് ഈ ബ്രാക്കറ്റിൽ ഉണ്ടാവാനുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ, ഈ അറബി ഭാഷയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് ഭാഷ പോരായതുകൊണ്ട് അതിലില്ലാത്ത പദങ്ങൾ ബ്രാക്കറ്റിലിട്ട് അതിന് മീനിങ് മനസ്സിലാക്കുകയാണ് ഈ ബ്രാക്കറ്റിന്റെ ഉദ്ദേശം. ദൈവം തന്റെ വചനത്തെ കാത്തു സൂക്ഷിക്കും. അത് തിരുത്തുവാൻ അവൻ അനുവദിക്കുകയില്ല. നാം മാത്രമല്ല ദൈവത്തെ ആരാധിക്കുന്നത്, നമ്മുടെ ആരാധനയെ പ്രതീക്ഷിക്കുന്ന, നമ്മുടെ ആരാധനയ്ക്കായി കാത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മുസ്ലിംസും ക്രിസ്ത്യാനികളും എല്ലാം വിശ്വസിക്കുന്നു. വെറും പ്രാർത്ഥനകൾ കൊണ്ടോ നോമ്പ് നമസ്കാരങ്ങൾ കൊണ്ടോ മനുഷ്യന് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ പറ്റുകയില്ല. ഹിന്ദു ധർമ്മത്തിലെ ചില കഥകൾ വായിക്കുമ്പോൾ വിശ്വാമിത്ര മുനി ഘോര തപസ് ചെയ്യുമ്പോഴാണ് മേനക വന്ന് അവിടെ ഡാൻസ് ചെയ്തപ്പോൾ അവന്റെ തപസ്സിന് ഭംഗം വന്നു. നാം നോമ്പ് നോക്കിയോണ്ടോ, നാം പ്രാർത്ഥിച്ചതുകൊണ്ടോ, നാം സ്ത്രീകളെ പർദ്ദയിലിട്ടതുകൊണ്ടോ ഒന്നും നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല. ഒരു വീണ്ടും ജനനം ഏതൊരു വ്യക്തിക്കും ആവശ്യമാണ്.
അവൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് ഒരു പരിഹാരം ആവശ്യമാണ്. വേദത്തിലെ അതിനൊരു വ്യവസ്ഥ വേണം. ആ വ്യവസ്ഥയാണ് യേശു ക്രിസ്തു തന്റെ ക്രൂശ് മരണ മുഖാന്തരം നമുക്ക് വേണ്ടി സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വിശ്വസിച്ചതിനാൽ എന്റെ ജീവിതത്തിൽ മാറ്റം വന്നു. വെറും ഒരു ഓർഡിനറി മാമൂൽ ക്രിസ്ത്യാനിയായിരുന്നു ഞാൻ. 1983 യേശുവിനെ എന്റെ സ്വന്തം രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചു. വേദപുസ്തകത്തിലെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ പറഞ്ഞിട്ടുള്ള അസാധ്യമെന്ന് മനുഷ്യന് തോന്നുന്ന കാര്യങ്ങൾ യേശു ക്രിസ്തു പറഞ്ഞു. വ്യഭിചാരം ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു സ്ത്രീയെ മോഹിച്ചാൽ അവൻ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. ദൈവം നമ്മുടെ പ്രവൃത്തികൾ മാത്രം വിധിക്കുന്നവനല്ല, നമ്മുടെ ചിന്തകളും നമ്മുടെ ആലോചനകളും വിധിക്കുന്നവനാണ്. ഇതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണമെങ്കിൽ ഈ പഴയ മനുഷ്യനെ അത് കഴിയുകയില്ല. പൗലോസ് റോമാലേഖനത്തിൽ എഴുതുമ്പോൾ ഇപ്രകാരം പറയുന്നു, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ, ജഡത്തിന്റെ ബലഹീനത മുഖാന്തരം ന്യായപ്രമാണത്തിന്, അത് മോശയുടെ ന്യായപ്രമാണമാകട്ടെ, തോറാത്തിന്റെ ആവട്ടെ, വേറെ ഏതു ന്യായപ്രമാണമാകട്ടെ, അതിന് ചെയ്യാൻ കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ യേശു ക്രിസ്തു പാപജഡത്തിന്റെ അവതാരമെടുത്ത് വന്നു. പാപത്തെ തന്റെ ശരീരത്തിൽ ന്യായം വിധിച്ചു. ക്രൂശിൽ അതിനെ ക്രൂശിച്ച് മനുഷ്യജാതിക്ക് വലിയൊരു രക്ഷ നേടിത്തന്നു. ഈ ക്രിസ്തുവിനെ ഉയർത്തുവാൻ എനിക്ക് കിട്ടിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും നാം സമ്പാദിക്കണം. ഇനിയും നാം മുന്നോട്ട് കാര്യങ്ങൾ നാം പഠിച്ചു മനസ്സിലാക്കണം എന്നതിലെ രണ്ടഭിപ്രായമില്ല. ഞാൻ ഇന്ന് തൊട്ട് ഈ കഴിഞ്ഞ ആഴ്ച തൊട്ട് തന്നെ തുടങ്ങി ഖുർആൻ വായിക്കാൻ തുടങ്ങി. എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ രക്ഷയെ എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയുന്നത് വളരെ ആവശ്യമാണ്. നിങ്ങളോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന, നിങ്ങളും സത്യവേദ പുസ്തകം നിങ്ങൾ വായിക്കണം. തിരുത്തി എന്നുള്ള ചില മുൻവിധികൾ മാറ്റിവെച്ച്, തിരുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളൊക്കെ വിവരമുള്ളവരല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവും. തിരുത്തി എന്നുള്ള മുൻവിധി മാറ്റിവെച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങളെ വായിക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നോക്കുക. ദൈവം നമുക്കായി ചെയ്തു വെച്ചിട്ടുള്ള ആ മഹാരക്ഷയുടെ പദ്ധതി ഒന്ന് മനസ്സിലാക്കണം. വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് എല്ലാവരും തന്നെ കടന്നു വരണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. അടുത്തതായി കൺക്ലൂഷൻ സ്പീച്ചിന് ഇമാം അക്ബറെ ക്ഷണിച്ചോളൂ. 10 മിനിറ്റാണ് സമയം. ഇവിടെ ഒരു സംവാദം അവസാനിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ മണിക്കൂറുകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം യേശു ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ, യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള രക്ഷയുടെ മാർഗമായിരുന്നു. യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം, ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഇരു കൂട്ടരും പൊതുവായി അംഗീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് യേശുവിൻ്റെ പ്രബോധനം പ്രസക്തമാണ്. യേശു എന്ത് പഠിപ്പിച്ചു എന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ദൈവം തമ്പുരാൻ മനുഷ്യരെ സെലക്ഷനുള്ള, തെരഞ്ഞെടുപ്പിനുള്ള കഴിവോട് കൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നന്മ സ്വീകരിക്കുവാനും തിന്മ സ്വീകരിക്കുവാനും മനുഷ്യന് സാധിക്കും. എന്താണ് ധർമ്മമെന്നോ എന്താണ് അധർമ്മമെന്നോ കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ വ്യക്തമായ മാപിനികളൊന്നും മനുഷ്യന് പടച്ച തമ്പുരാൻ ആ ജന്മനാ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ധർമ്മം എന്താണ് അധർമ്മം എന്താണ് എന്ന്, സത്യം എന്താണ് അസത്യം എന്താണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് ദൈവം തമ്പുരാൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. ആ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച അടിസ്ഥാന തത്വം ദൈവം തമ്പുരാനെ, സൃഷ്ടാവായ പടച്ച തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്നും അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട്